ഇതുപോലുള്ള തീട്ടങ്ങളെയാണ് ആദ്യം വെടിവെച്ച് കൊല്ലേണ്ടത്. ഇന്ത്യയുടെ ചോറ് കഴിച്ചും ഇന്ത്യയുടെ വെള്ളം കുടിക്കുകയും ചെയ്തിട്ട് പാകിസ്ഥാന് വേണ്ടി ഓശാന പാടുന്ന ഇതുപോലുള്ള നാറികൾ കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഒരുപാടുണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും. ഇവനെയൊക്കെ അവന്റെ മാളത്തിൽ കയറി പിടിച്ച് വെടിവെച്ച് കൊല്ലണം. അതുമല്ലെങ്കിൽ അവൻ ആർക്ക് വേണ്ടിയാണോ ഓശാന പാടുന്നത് ആ നാട്ടിലേക്ക് നാട് കടത്തണം. അല്ലാതെ ഇവനെയൊക്കെ പിടിച്ച് തുറുങ്കിലടച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നാളെ ഇവനെപ്പോലുള്ളവരായിരിക്കും ഇന്ത്യയെ ഒറ്റിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. മുസ്ലിം പേര് വെച്ച് ഇസ്ലാമിനെയും മുസ്ലിമിനെയും പറയിപ്പിക്കുന്ന കുറച്ച് വാണങ്ങൾ. ഒരിക്കലും ഒരു മുസ്ലിമും സ്വന്തം രാജ്യത്തിന് എതിരായി നിൽക്കില്ല. രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിം. അത് നമുക്ക് ഇന്ത്യ ചരിത്രം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് ജീവൻ കൊടുത്ത ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവർ നല്ല മുസ്ലിങ്ങളാണ്. താൻ ഇഷ്ടപ്പെടുന്ന, താൻ സ്നേഹിക്കുന്ന, താൻ അന്തി ഉറങ്ങുന്ന മദീന നിങ്ങളുടെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വന്നാൽ പോലും നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിനൊപ്പം നിന്ന് മദീനയ്ക്കെതിരെ യുദ്ധം ചെയ്തിട്ട് നിങ്ങളുടെ രാജ്യത്തെ സുരക്ഷിതരാക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളാണ് ഓരോ നല്ല മുസ്ലിങ്ങളും. ഒരു മുസ്ലിം പേരുള്ളത് കൊണ്ട് ഒരാൾ മുസ്ലിം ആവണമെന്നില്ല. രാജ്യത്തിനെതിരായി നിൽക്കുന്ന ഇവനെ പോലുള്ളവർ അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും അവനെ വെടിവെച്ച് കൊല്ലുക തന്നെ വേണം. അവനെ വളർത്തിക്കൊണ്ടുവരാൻ അനുവദിക്കരുത്.